അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ വ്യോമ പ്രതിരോധം എന്നേക്കുമായി ഇല്ലാതാക്കി കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ F-35 വിമാനം തകർന്നടിഞ്ഞത് എന്നുള്ളതാണ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുജ്തബ ഖംനേയി വീണ്ടും ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരികയാണ് എന്ന് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ഇറാനെ പിടിച്ചു കെട്ടാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കും ലോകത്തിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടു. 160 കൊച്ചു പെൺകുട്ടികളെ ഒരു സ്കൂളിലേക്ക് ആക്രമണം നടത്തി വധിച്ചു. അവരുടെ 40ഓളം വരുന്ന ഉന്നത മേധാവികളെ വധിച്ചു. അതുപോലെ തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ തകർത്തു, അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്തു, സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. ഇത്രയൊക്കെ ഒരു രാജ്യത്തോട് ചെയ്തിട്ട് ഇത് എന്തിനു വേണ്ടിയാണ്? ഹോർമുസ് കടലിടുക്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളെ അമേരിക്ക വിളിച്ചിട്ടും ഒരൊറ്റ സഖ്യകക്ഷിയും അമേരിക്കയൊപ്പം നിന്നിട്ടില്ല. അത് വലിയ ഒറ്റപ്പെടലാണ്. യദു, അങ്ങനെ ഈ യുദ്ധം തുടങ്ങിയിട്ട് അവസാനം യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് ഒപ്പം ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇറാന്റെ യുദ്ധത്തിൽ തോൽക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന രീതിയിലേക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഇസ്രയേലിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ തുടരെയുള്ള ആക്രമണങ്ങൾ ഗൾഫിലെ എണ്ണപ്പാടങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നില്ല ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അമേരിക്കയും ഈ പറയുന്ന ഇസ്രയേലും രംഗത്തിറങ്ങിയത്. പക്ഷേ ഇറാന്റെ പ്രഹര ശേഷിയിൽ ഇവരാകെ ഭയന്ന് ഏകദേശം അതിൽ നിന്ന് പിന്മാറുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ യുദ്ധം നിർത്താം എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഇസ്രയേൽ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനമായിട്ടുള്ള F-35 ഇറാൻ തകർത്തു എന്നുള്ള വാർത്തയൊക്കെ വരികയാണ്. എന്തായാലും യുദ്ധം ഇപ്പൊ 3 ആഴ്ച പിന്നിടുകയാണ്. ഈ പിന്നിടുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ അടിയറവ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. എന്താണ് ഇപ്പോൾ ഇറാന്റെ അവസ്ഥ, അല്ലെങ്കിൽ പശ്ചിമേഷ്യ എങ്ങനെ പോകുന്നു, എന്തുകൊണ്ടാണ് ഈ ഒരു ഇസ്രായേൽ പെട്ടെന്നൊരു അടിയറവ് പറയാനുള്ളൊരു കാരണം? രേഷ്മ, ഇസ്രായേൽ അടിയറവ് പറയുക എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായിട്ടാണ്. അതായത് നേരിട്ടുള്ള ഒരു അടിയറവ് പറച്ചിലല്ല, മറിച്ച് ഞങ്ങളെല്ലാം നേടി, ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കിനി അധിക നാൾ യുദ്ധം ചെയ്യേണ്ടി വരില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പൊതു പരിപാടിയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നടുവിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ ഒരു വലിയ വൈരുദ്ധ്യമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇസ്രായേലിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്, ഞങ്ങൾ 3 ആഴ്ച കൂടി യുദ്ധം ചെയ്യാൻ സജ്ജരാണ്, അല്ലെങ്കിൽ 3 ആഴ്ച കൂടിയെങ്കിലും യുദ്ധം ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പരിപൂർണമായി ഇറാനെ കീഴടക്കാൻ കഴിയൂ എന്നാണ് അന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. എന്നാൽ ഇപ്പോൾ നെതന്യാഹു പറയുന്നത്, ഞങ്ങൾ യുദ്ധ ലക്ഷ്യങ്ങളെല്ലാം നേടിയിരിക്കുന്നു. അതായത് ഒന്ന്, ഇറാൻ ഇനി ആണവ ഊർജ്ജം ഉണ്ടാക്കാൻ കഴിയില്ല, മുഴുവൻ ആണവ പ്ലാന്റുകളും തകർത്തു. 2, ഇറാന് മിസൈലുകൾ അവസാനിച്ചിരിക്കുന്നു. ഇറാൻ മിസൈലുകൾ തൊടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇറാൻ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇറാൻ്റെ മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങളടക്കം സകലതും ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം യുദ്ധം ചെയ്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്, അല്ലെങ്കിൽ നെതന്യാഹു പറയുന്നത്. പക്ഷേ അതിൽ തന്നെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ഇറാനിൽ ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിന് നെടുനായകത്വം വഹിച്ച് നേതൃനിരയിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ആവശ്യവും അല്ലെങ്കിൽ ആഗ്രഹവും, ഞങ്ങൾക്ക് ഒരു കാലത്തും ഭീഷണിയില്ലാത്ത വിധത്തിൽ ഞങ്ങൾക്ക് സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണം അവിടെ വരിക. അതായത് അമേരിക്ക ഇസ്രായേലും പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടം അവിടെ വരികയും അവരിലൂടെ തങ്ങളുടെ ഇനിയുള്ള കാലം ഇറാനെ നിയന്ത്രിക്കുകയും ഇറാനിൽ നിന്നുള്ള ഭീഷണി എന്നേക്കുമായി ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യങ്ങൾ. പക്ഷേ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് മനസ്സിലായി, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മനസ്സിലായി, മുജ്തബ ഖംനേയി അവിടെ ഭരണാധികാരിയായി വന്നപ്പോൾ ഇറാൻ ഒരിക്കലും സെറ്റിൽ ചെയ്യില്ല, അല്ലെങ്കിൽ ഇറാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന് കൃത്യമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായി. അതോടുകൂടി ഇറാൻ പിടിച്ചെടുക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല, മറിച്ച് ഇറാൻ്റെ മുഴുവൻ കേന്ദ്രങ്ങളും തകർത്ത് ആയുധപരമായിട്ടുള്ള ഒരു ഭീഷണി ഞങ്ങൾക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്ന നിലയിലേക്ക് അവരവരുടെ നിലപാട് മാറ്റി. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്, ഞങ്ങൾ യുദ്ധലക്ഷ്യങ്ങളൊക്കെ നേടി. അതായത് എന്താണ്, ആണവ ഊർജ്ജം ഇനി ഇറാൻ ഉണ്ടാക്കില്ല എന്നാണ് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടാകില്ല എന്ന്. നെതന്യാഹു ഇത് പറയുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള F-35 വിമാനം ഇറാൻ വെടിവെച്ചിട്ടു. ഈ F-35 വിമാനം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനമാണ്. അതായത് ഒരു തരത്തിലും
ഒരു സാധാരണ ശക്തിക്ക് ഒരിക്കലും F-35 വിമാനങ്ങളെ അടിച്ചിടാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും നൂതനവും $100 മില്യൺ വിലമതിക്കുന്നതുമാണ് ഈ യുദ്ധവിമാനം. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ വ്യോമ പ്രതിരോധം എന്നേക്കുമായി ഇല്ലാതാക്കി കഴിഞ്ഞു എന്ന് അവകാശപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ F-35 വിമാനം തകർന്നടിഞ്ഞത് എന്നുള്ളതാണ് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ട്രംപ് പറയുന്നതോ നെതന്യാഹു പറയുന്നതോ അല്ല യാഥാർത്ഥ്യം. അവര് തങ്ങൾ വിജയിച്ചു, തങ്ങൾ ഈ യുദ്ധത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് യുദ്ധം പോവുകയാണ് എന്ന് ലോകത്തെ പറ്റിക്കാൻ, കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി ഇറാൻ തകർന്നു, ഇറാൻ തീർന്നു, ഇറാനിലൊന്നും ബാക്കിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പറയുന്ന അതേ സമയത്ത് ഇന്ന് വന്ന 2 വാർത്തകളിൽ ഒന്ന്, ഇറാൻ ഈ F-35 വിമാനങ്ങൾ അടക്കം തകർത്തു, ഇനിയും കൂടുതൽ യുദ്ധം രൂക്ഷമാക്കും എന്ന നിലയിലേക്ക് ഇറാൻ പ്രതികരിച്ചു. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് മുജ്തബ ഖംനെയി വീണ്ടും ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരികയാണ് എന്ന് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് മുജ്തബ ഖംനെയി എന്ന് പറയുന്ന അവിടുത്തെ പുതിയ പരമാധികാരി, പരമോന്നത നേതാവ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള വാർത്തകൾ വ്യാജമാണ്, അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്, സൈന്യത്തെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ് എന്ന് അവിടുത്തെ ഇറാനിയൻ മാധ്യമങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിശക്തമായ പോരാട്ടത്തിലേക്ക് തന്നെ ഇറാൻ പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഉൾപ്പെടെ എല്ലാവരെയും ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അവരുടെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബന്ധമുള്ള കമ്പനികളടക്കം, അതായത് ഈ പറയുന്ന എണ്ണ കമ്പനികൾ, LNG CNG കമ്പനികൾ, അവരുടെ റിഫൈനറികൾ, അവരുടെ സംഭരണശാലകൾ, ശുദ്ധീകരണശാലകൾ, അങ്ങനെ ഈ ഓയിൽ ഫീൽഡുമായി ബന്ധപ്പെട്ട, ഗ്യാസ് ഫീൽഡുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലേക്കും ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ ചെയ്തത്. അതിന് കാരണമായത് ഇസ്രായേലാണ്. ഇറാന്റെ 80% ആഭ്യന്തര ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതക പ്ലാന്റ് ഇസ്രായേൽ ആക്രമിച്ചു. അതോടുകൂടി ഇറാൻ സർവ്വശക്തിയും എടുത്തിട്ട് ഞങ്ങളെ മാത്രം അങ്ങനെ അനുഭവിപ്പിക്കേണ്ട, എല്ലാവരും അനുഭവിക്കട്ടെ എന്ന നിലയിലേക്ക് യുദ്ധതന്ത്രം ആ നിലയിലേക്ക് മാറ്റി. അതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഭയന്നു. ഗൾഫ് രാജ്യങ്ങൾ ഞങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് നിലപാട് മാറ്റി. അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി അധിക നാൾ ഇതുപോലെ ഇറാനെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാകരുത്. നേരത്തെ ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഞങ്ങൾ വധിക്കും എന്നുള്ളൊരു ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. മാത്രമല്ല ഈ പകരം ചോദിക്കും, അങ്ങനെ ഒരുപാട് നിലപാടുകൾ അല്ലെങ്കിൽ ഈ ഭീഷണിയൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒരുപക്ഷെ അതൊക്കെ പേടിച്ചിട്ടായിരിക്കുമോ ഈ പറയുന്നത് പോലെ ഡീഫേക്ക് വീഡിയോ ഒക്കെ ഇറക്കി എന്നൊക്കെ പറഞ്ഞ നെതന്യാഹു പിന്നീട് വേറെ വീഡിയോയിലൊക്കെ വന്നിട്ട് പറഞ്ഞു ഞാൻ ജീവനോടെ ഉണ്ട്, ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇറക്കി ആളുകളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവസാനം ഇതിൽ നിന്നൊരു ഭയത്തോടെയാണോ പിന്മാറുകയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമാണോ ഇത്? അല്ല, ഇതിൽ ഈ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഈ യുദ്ധം വളരെ പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞിട്ട് ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കും, കാരണം ഇറാൻ തീർന്നു എന്ന് പറയുമ്പോഴാണ് ഇറാൻ ശരിക്കും പറഞ്ഞാൽ ആക്രമണങ്ങൾ ശക്തമാക്കുന്നത്. അവിടെ പുതിയ ഭരണാധികാരിയെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ അന്ന് മുജ്തബ ഖാംനെയി അവിടെ ചുമതലയേറ്റു. അവിടുത്തെ പ്രതിരോധ കേന്ദ്രങ്ങളെല്ലാം തകർത്തു എന്ന് പറഞ്ഞപ്പോൾ 100 കണക്കിന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു. അങ്ങനെ ഇവരുടെ അവകാശവാദങ്ങൾ ഓരോ ദിവസവും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് നുണയാണ് എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. അതായത് ഇറാനെ സംബന്ധിച്ച് അമേരിക്കയും ഇസ്രായേലും വീമ്പ് പറയുകയാണ്, കള്ളത്തരം പറയുകയാണ്. തോറ്റുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും ഞങ്ങൾ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോന്ന് അടിച്ചു വിടുകയാണ് എന്ന നിലയിലേക്ക് ചർച്ചകൾ വ്യാപകമായി വരികയാണ്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഈ ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. എന്നിട്ടും ആ രാജ്യം ഒരു മഹാശക്തിയുടെ അത്യാധുനിക ആയുധത്തെ നിലംപരിശാക്കി, F-35 വിമാനത്തെ നിലംപരിശാക്കി. ഇസ്രായേൽ എന്ന രാജ്യം ഇറാനിലേക്ക് നിരന്തരമായി കടന്നാക്രമണം നടത്തുമ്പോൾ അതേ തീവ്രതയിൽ ഇസ്രായേലിലേക്ക് ഇറാൻ കടന്നാക്രമണങ്ങൾ നടത്തുന്നു. അമേരിക്കയുടേതായിട്ട് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരമായി തകർക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇറാൻ്റെ കരുത്തെന്ന് പറയുന്നത് അത്രയും കടുത്തതാണ്, അത്രയും ശക്തമാണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ചർച്ചകൾ മുഴുവൻ ആ വഴിക്കാണ് പോകുന്നത്. ഇപ്പം പണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു, അതിലൂടെ അടക്കം ഇറാനെ ആക്രമിക്കാമെന്ന് അമേരിക്ക കരുതുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നില്ല, കാരണം അറബ് രാജ്യങ്ങൾക്ക് ഇറാൻ്റെ കരുത്തറിയാം. എന്ന് മാത്രമല്ല, തങ്ങളുടെ എണ്ണപ്പാടങ്ങളും വാതക കേന്ദ്രങ്ങളും ഓയിൽ റിഫൈനറികളും ഒക്കെ തകരുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇറാനുണ്ടാകുന്ന വിഷമം എന്താണ്, അല്ലെങ്കിൽ ഇറാനുള്ള പക എന്താണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ഇറാനെ പിടിച്ചു കെട്ടാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കും ലോകത്തിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്തേണ്ട ഉത്തരവാദിത്വം ഇത് തുടങ്ങി വെച്ചവർക്കാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം പറയുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യുദ്ധത്തിന് ഹോർമുസ് കടലിടുക്കിൽ വലിയ യുദ്ധം നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം. നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു അപകടമാണ്. ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു, എണ്ണ വില അതിനനുസരിച്ച് കുതിച്ചുയരും, അതുപോലെ തന്നെ പാചകവാതകം ഉൾപ്പെടെ ക്ഷാമം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇറാനെ സംബന്ധിച്ച് പീക്കിലേക്ക് എത്തും. കാരണം ഇറാനെ സംബന്ധിച്ച് ഒത്തുതീർപ്പിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അവരുടെ ഏറ്റവും പരമോന്നതനായ നേതാവിനെ വധിക്കുന്നു. എപ്പോഴാണ് ആ വധം നടക്കുന്നത്? ആ യുദ്ധം നടക്കുന്നത് എപ്പോഴാണ്? ഒരു പക്ഷേ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകരാജ്യങ്ങൾക്ക്, അയൽ രാജ്യങ്ങൾക്ക്, ഗൾഫ് രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ ഒരു ഭീഷണിയും ഉണ്ടാകരുത് എന്ന് കരുതി ഇറാൻ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ പോലും അമേരിക്ക പറയുന്നത് കേൾക്കാൻ അമേരിക്കയുമായി ഒരു പരോക്ഷ ചർച്ച, 3 ചർച്ചകളിൽ ഇറാൻ പങ്കെടുത്തു. 4ാമത്തെ ചർച്ചയ്ക്ക് തീയതി തീരുമാനിച്ചു. എന്നാണ്, എവിടെയാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയിൽ എത്തിയതിന് ശേഷം ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന നിലയിലേക്ക് ഇറാൻ എത്തിയപ്പോഴാണ് ചതിയിലൂടെ, അതിനിടയിലൂടെ പൊടുന്നൊരാക്രമണം ഇസ്രായേലും അമേരിക്കയും ഇറാനും നേരെ നടത്തുന്നത്. അവർക്ക് അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടു. 160 കൊച്ചു പെൺകുട്ടികളെ ഒരു സ്കൂളിലേക്ക് ആക്രമണം നടത്തി വധിച്ചു. അവരുടെ 40ഓളം വരുന്ന ഉന്നത മേധാവികളെ വധിച്ചു. അതുപോലെ തന്നെ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ തകർത്തു, അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർത്തു, സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. ഇത്രയൊക്കെ ഒരു രാജ്യത്തോട് ചെയ്തിട്ട് ഇതെന്തിനു വേണ്ടിയാണ്? ആ രാജ്യത്തിൻ്റെ പരമാധികാരം ഉപയോഗിച്ച് ആ രാജ്യം അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് കടന്നു കയറുകയാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. പരമാധികാരി കൊല്ലപ്പെട്ടു. അത് അവരെ സംബന്ധിച്ച് ഒരു രക്തസാക്ഷിത്വമാണ്, വീരചരമമാണ്. അതിനവർ പ്രതികാരം ചെയ്യും, ഒരു സംശയവും വേണ്ട. പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ രാജ്യത്തിനുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ കഴിയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തിനാണ് കോംപ്രമൈസിൻ്റെ ടോക്കിംഗ് ടേംസിൽ ഇരിക്കുന്ന ഒരു രാജ്യത്തെ അതിനിടയിൽ ചതിച്ച് ആക്രമിച്ച് അവരുടെ പരമാധികാരിയെ വധിച്ചിട്ട് ആ രാജ്യം വീണ്ടും കോംപ്രമൈസിന് വരണം, ആ രാജ്യം പത്തിമടക്കണം, അവരിനി പ്രതികാരം ചെയ്യരുത്, അവർ കാലിൽ വീഴണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? അതാണ് ഇറാനും ചോദിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടു, ഒരു രാജ്യവും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നില്ല, ഒരു രാജ്യവും, ഈ പറയുന്ന ഒരു ഗൾഫ് രാജ്യവും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ രംഗത്ത് വന്നിരുന്നില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇനി അവരുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നതെന്നാണ് ഇറാൻ്റെ ചോദ്യം. പക്ഷെ അമേരിക്കയും ഇസ്രായേലും ആണെങ്കിൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് പിന്മാറണം എന്ന ആഗ്രഹമുണ്ട്. കാരണം ഇറാന് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു, അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി നഷ്ടപ്പെടാൻ തുടങ്ങുന്നതേയുള്ളൂ. കാരണം ഈ ഉപരോധം ശക്തമാകുന്നു. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ശക്തമാകുന്നു. അതിലൂടെ കപ്പലുകൾ പോകുന്നില്ല, എണ്ണ പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ലോകം സ്തംഭിക്കും. ആ സ്തംഭനാവസ്ഥ തന്നെ അന്താരാഷ്ട്ര ജനജീവിതം ദുസ്സഹമാവും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അമേരിക്കയാണ്. നിലവിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും കൂടി ഉണ്ടായിരിക്കുകയാണ്. കാരണം ഒരു ദിവസം തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ ഒരു അംശം പോലും കിട്ടുന്നില്ല. കാരണം ഈ ട്രംപിന്റെ ഇത്തരം നീക്കങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പം അതെ, ഏതാണ്ട് 11,000 കോടി രൂപയുടെ നഷ്ടം അല്ലെങ്കിൽ ചെലവ് ഒരു ദിവസം ആ രാജ്യത്തിന് ഉണ്ടാവുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളെ അമേരിക്ക വിളിച്ചിട്ടും ഒരൊറ്റ സഖ്യകക്ഷിയും അമേരിക്കയൊപ്പം നിന്നിട്ടില്ല. അത് വലിയ ഒറ്റപ്പെടലാണ്. കാരണം ട്രംപ് അധികാരത്തിലേറിയതിന് ശേഷം ആ രാജ്യങ്ങളോട് തീരുവ കൂട്ടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ചെയ്തിട്ടുള്ളതിന് അവരിപ്പോൾ തിരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധമല്ലേ, മച്ചാനും കൂടി തീരുമാനിച്ചു തുടങ്ങിയ യുദ്ധമല്ലേ, അപ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങ് കഴിക്കൂ. ഇസ്രായേലും അമേരിക്കയും കൂടി തീരുമാനിച്ച് ആരോട് ചോദിക്കാതെ തുടങ്ങിയ യുദ്ധമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കുക. ഇനി അത് തീർക്കാനാണെങ്കിൽ നിങ്ങൾ തന്നെ തീർക്കുക എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കാണെങ്കിൽ പോലും ഇറാനോട് ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്താൻ കഴിയുന്നില്ല. കാരണം ഇറാൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇതാദ്യമേ തന്നെ ഇറാൻ പറഞ്ഞതാണ്, യുദ്ധം തുടങ്ങിയാൽ ഇത് നിന്ന് അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യമോ ഒരു തരത്തിലുള്ള പിന്മാറ്റമോ ഏതെങ്കിലും തരത്തിലുള്ള ഭയമോ ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് ഇറാൻ ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയ. അപ്പോൾ അതിനെ വില കുറച്ച് കണ്ടിട്ട് ഇറാൻ ഇപ്പോൾ തീർത്ത് അവിടെ ഭരണം അങ്ങ് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങിയ അമേരിക്കയും ഇസ്രായേലും ശരിക്കും വിഡ്ഢിത്തരമാണ് കാണിച്ചത്. ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലെടുക്ക് അടഞ്ഞു കിടക്കുന്നു, ഈ എണ്ണ വ്യാപാരം നടക്കാതാകുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇസ്രായേൽ അവരുമായി ഇറാൻ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇറാൻ
ചില രാജ്യങ്ങൾക്ക് ഇളവുകൾ കൊടുക്കുമായിരിക്കും, ചില രാജ്യങ്ങളിലേക്കുള്ള വ്യാപാരം നടക്കുമായിരിക്കും. പക്ഷേ അപ്പോഴും അമേരിക്കയിലേക്കും ഇസ്രായേലിലേക്കും അവരുടെ സഖ്യകക്ഷികളിലേക്കും ഒരു തരത്തിലുള്ള എണ്ണ വ്യാപാരവും നടക്കില്ല. സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങൾ അത് വല്ലാതെ ബാധിക്കും. പിന്നെ യുദ്ധത്തിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, ഇതുപോലെയുള്ള ഉപരോധങ്ങൾ നിമിത്തം, അതായത് ഇറാനോട് അമേരിക്ക ചെയ്തത് എന്താണോ അതാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചു ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ വലിയ നഷ്ടമുണ്ടാകും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും, ഇന്ധനവില കൂടും, അരക്ഷിതാവസ്ഥ വരും. അതൊക്കെ ട്രംപിൻ്റെ തലയിലായിരിക്കും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ട്രംപാണ് ഞങ്ങളെ ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത് എന്ന് കൃത്യമായ ബോധ്യം അത് അമേരിക്കൻ ജനതയ്ക്കുണ്ടാവും. ഇറാനിൽ അവരെന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെയുള്ള ഒരു ആഭ്യന്തര കലഹം ഒരുപക്ഷെ അമേരിക്കയിൽ ഉണ്ടായേക്കാം. ഇസ്രായേലിലും സമാനമായ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഇനിയിപ്പോൾ ചെങ്കടൽ കൂടി ബ്ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഹൂത്തികളുടെ നേതൃത്വത്തിൽ ബാബൽ മന്ദബ് കടലിടുക്ക് കൂടി ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കൂടി സംഭവിച്ചാൽ കപ്പൽ ഇടപാടുകൾ, അല്ലെങ്കിൽ കപ്പൽ വ്യവസായം, അല്ലെങ്കിൽ കപ്പലുകൾ വഴിയുള്ള വ്യാപാരം പൂർണ്ണമായി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകും. അതൊക്കെ വലിയ ദുരിതത്തിലേക്ക് പോകും. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടത് അമേരിക്ക ഇസ്രായേലാണെന്ന് വരും. ഈ രണ്ട് ഭരണാധികാരികൾ ലോകത്തിന് മുന്നിൽ തൊലിയുരിഞ്ഞ് നിർത്തപ്പെടും. അതിലേക്കാണ് ഇറാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ തങ്ങൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥ എന്ന നിലയിലേക്ക് അറബ് രാജ്യങ്ങൾ പോകും. അങ്ങനെ എല്ലായിടത്തു നിന്നും അമേരിക്കയും ഇസ്രായേലിനെയും ഒറ്റപ്പെടുത്തി ലോകം മുഴുവൻ അവരെ കല്ലെറിയുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇറാൻ നടപ്പാക്കാൻ പോകുന്നത് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ അത് യുദ്ധം നിർത്തുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക ഇസ്രായേലും പോകും. പക്ഷേ അവർ വിചാരിച്ചാലും ചിലപ്പോൾ യുദ്ധം നിർത്താൻ കഴിയില്ല. വലിയ ദുരന്തമായിരിക്കും ആ രണ്ട് ഭരണാധികാരികളെയും തേടി എത്തുക എന്നുള്ളതാണ് മനസ്സിലാകുന്ന കാര്യം. ഒരുപക്ഷെ അവരും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ജയിച്ച യുദ്ധം നിർത്തുകയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പറയുന്നതും.